കോൺഗ്രസ് നേതാവ് സേനാപതി വേണു ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകുന്നതിനിടയ്ക്ക്, ശോഭാ സുരേന്ദ്രൻ്റെ ദല്ലാൾ വിവാദം ഉണ്ടാകുന്നതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോയ ഒരാൾ എ കെ ആൻ്റണിയും അനിൽ കെ ആൻ്റണിയുമാണ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് അനിൽ കെ ആൻ്റണിയുടേതാണ്. 25 ലക്ഷം രൂപ ഏത് കാലഘട്ടത്തിൽ? UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഡിഫൻസ് കോൺസൽ നിയമനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ അനിൽ കെ ആൻ്റണി വാങ്ങി എന്നുള്ളതാണ്. അനിൽ കെ ആൻ്റണി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് 26-ാം തീയതിക്ക് ശേഷം മറുപടി പറയാമെന്ന് അനിൽ കെ ആൻ്റണി പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മറുപടിയും അനിൽ കെ ആൻ്റണിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ഈ ദല്ലാൾമാരുമായി ബന്ധപ്പെട്ട് BJPക്ക് ഇടപെടലുകളുണ്ട്, കോൺഗ്രസ്സിന് ഇടപെടലുകളുണ്ട്. ഈ പ്രശ്നം ഇവിടെ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നിസ്സംഗത പാലിക്കുന്നത്? സ്വാഭാവികമായും സേനാപതി വേണു അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ വളരെ ആഘോഷിക്കുകയും സന്തോഷപൂർവ്വം കാണുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളിൽ CPM-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, നിങ്ങളിങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. അനിൽ കെ ആൻ്റണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അന്നത്തെ എ കെ ആൻ്റണി ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നയാൾ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കൃത്യമായ മറുപടി പറയാനതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല? അതുമായി ബന്ധപ്പെട്ട് PJ കുര്യൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ, ആ ഇടപെട്ടതും ഇതിൽ നടന്നു എന്നുള്ള കാര്യങ്ങളുള്ള വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തു. ശ്രീ സേനാപതി വേണു. സിജു, അനിൽ കെ ആൻ്റണി ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, ഞങ്ങളുടെ പാർട്ടിയിലൊട്ടില്ലതാണ്. ഇനി അദ്ദേഹം എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ട്, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിന്റെ നടപടികൾ തുടരട്ടെ. അത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയമല്ല. ഇവിടെ നമ്മുടെ ചർച്ചയുടെ ക്രക്സ് ജാവദേക്കറിന്റെ തന്ത്രം വിജയിച്ചോ എന്നുള്ളതാണല്ലോ അങ്ങയുടെ ചോദ്യം. ജാവദേക്കറിന്റെ തന്ത്രം വിജയിച്ചോ വിജയിച്ചില്ലയോ എന്നുള്ളതിന് മറുപടി പ്രിന്റു മഹാദേവ് പറയട്ടെ, അദ്ദേഹം BJPക്കാരൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസിന്റെ വക്താവ് എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കൈരളിയിലെ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാകും. എനിക്ക് ആ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു ചോദ്യം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനറും കേരളത്തിലെ BJPയുടെ പ്രഭാരി എന്നുള്ള ഹിന്ദി പദമാണ്, അതിന്റെ അർത്ഥം ഇൻചാർജ്, ചുമതലക്കാരൻ എന്നുള്ള മലയാളം. ഇപ്പൊ ഞങ്ങളുടെ ദീപാദാസ് മുൻഷി ഇവിടെ വരുന്നത് പോലെ ചുമതലക്കാരൻ ആണ് ഈ ആളുമായി എന്ത് കാരണത്താൽ ആക്കുളത്തെ അദ്ദേഹത്തിന്റെ മകന്റെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയുടെ പേര് രഹസ്യമൊന്നോ പരസ്യമൊന്നോ എന്തും ആയിക്കൊള്ളട്ടെ. അങ്ങനെ കൂടിക്കാഴ്ച നടത്താനുള്ള കാരണമെന്ത്? എന്ത് കാരണത്തിന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ചോദ്യത്തിന് അത് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടിയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കി. എന്താണ് 1 വർഷം മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച? സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ എതിരാളി, രാഷ്ട്രീയ ശത്രുവല്ല, എതിരാളി എന്നുള്ള അർത്ഥത്തിൽ വന്നു കണ്ടു, അദ്ദേഹം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. 1 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം കൊണ്ടുവന്നവരുടെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം, ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് ഈ വിഷയം തുടങ്ങുന്നത്? ഈ ചർച്ച തുടങ്ങുന്നത് എവിടെയാണ്? ശോഭാ സുരേന്ദ്രൻ അനിൽ കെ ആൻ്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെയും അനിൽ കെ ആൻ്റണിക്കെതിരെ ഉയർത്തിയ അഴിമതിയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം വാങ്ങി, അതോടൊപ്പം തന്നെ അനിൽ കെ ആൻ്റണി 25 ലക്ഷം വാങ്ങി. പറയുന്നതാരാണ്? ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാൽ നന്ദകുമാർ പറയുന്നതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ പറയുകയും അതിന് മുൻപ് പല കാലഘട്ടങ്ങളിൽ നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിക്കാവുന്ന ആളാണെന്ന് പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ ചില നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഏതായാലും താങ്കളിലേക്ക് ഞാൻ തന്നെ വരാം. നേരത്തെ ഈ താങ്കൾ പറഞ്ഞ ചോദ്യം പ്രിന്റു മഹാദേവനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരു മിനിറ്റ് കൂടെ തരുമോ? സംസാരിക്കും. അല്ല, സിജു ഇതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും കേരളത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഫാസിസം വരാൻ പോകുന്നു, അതുകൊണ്ട് വാതിൽ എല്ലാവരും അടച്ചിടണം, കഴിയുമെങ്കിൽ ഒരു വെട്ടുകത്തി വാക്കത്തി കൂടി കയ്യിൽ വെക്കുക ഫാസിസത്തെ തടയാനായിട്ട്. ആ ഫാസിസം ജയരാജന്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്, നിങ്ങൾ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായ ഒരു ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണല്ലോ ഇലക്ഷന്റെ തലേദിവസം. ഈ ഫാഷിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു 2 കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി
നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് പോവുകയാണ്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പാണ് സൂററ്റിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആ നാമനിർദ്ദേശ പത്രിക അടക്കം പിൻവലിച്ചു. അവിടെ ബി ജെ പിക്ക് വേണ്ടി അവസരം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ്. ഇനി നിങ്ങൾ അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിങ്ങളുടെ നേതാവ് നിന്നതിനാണ്. ആലപ്പുഴയിൽ ശ്രീ സേനാപതി വേണു, ഈ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞു താങ്കൾക്ക് പോകേണ്ടത്. ആലപ്പുഴയിൽ താങ്കളുടെ നേതാവ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമായിരിക്കുന്ന കെ സി വേണുഗോപാൽ അവിടെ ബി ജെ പിക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് എന്തിനാണ് ആ രാജ്യസഭാ സ്ഥാനം തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നതെന്നുള്ള ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാഷിസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകണ്ടേ? അത് എനിക്ക് തോന്നുന്നു. പറഞ്ഞോളൂ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നായിരുന്നല്ലോ നിങ്ങളുടെ ആരോപണം. പക്ഷേ ഇന്നത്തെ അത് ശരിയാണ്, ഓരോ ദിവസം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയാണ്. അവിടെയല്ലേ ജനം ഭയപ്പെടുന്നത്? അവിടെയാണല്ലോ സഖാക്കൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സഖാക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ഇവിടെ അത് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും നിങ്ങൾ ആരോപണം ഉന്നയിച്ച EP ജയരാജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ആരും അസ്പൃശ്യനൊന്നുമല്ല. താങ്കളടക്കം സേനാപതി വേണിയോടക്കം നിരവധി സുഹൃത്തുക്കളായ ആൾക്കാർ BJP നേതാക്കളിലെ വഴിയിൽ കണ്ടാൽ സംസാരിക്കില്ലേ? അതുപോലെ നടന്നൊരു സ്വാഭാവിക പ്രക്രിയയെ എങ്ങനെയാണ് രാഷ്ട്രീയമായി മ്ലേച്ഛമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഉയർന്നു വരുന്നത്.